അപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ടായില്ലേ. അപ്പോൾ മഴക്കാലത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്ന ഒട്ടുമിക്ക വഴികളും മണ്ണ് റോഡായിരിക്കും. മണ്ണ് റോഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബൈക്കിലൊക്കെ നല്ല ചെളിയാവാറുണ്ട്, അതേപോലെ കാറിലും ചെളിയാവാറുണ്ട്. അപ്പോൾ അതെ, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് വന്നതാണ്. എൻ്റെ ബൈക്കിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫുള്ള് ചെളിയാണ് കേട്ടോ. ചെളി എന്ന് പറഞ്ഞാൽ ചെളിയിൽ കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടി ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കുന്നു ഒരു പ്രഷർ വാഷർ മേടിക്കാമെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂർ പോയപ്പോൾ അവിടുന്ന് ഒരു പ്രഷർ വാഷർ മേടിച്ചു. നമ്മുടെ കാറിനും ബൈക്കിനും ഒക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ആ പ്രഷർ വാഷറാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ കേട്ടോ. ഇത് യൂറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം ബ്രാൻഡഡ് ആണ്. കാരണം നമ്മുടെ കവുങ്ങിന് മരുന്നടിക്കുന്ന മോട്ടറൊക്കെ ഈ യൂറി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കേട്ടോ. ഇവർ മോട്ടറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ബ്രാൻഡ് സെലക്ട് ചെയ്തതാണ്. പിന്നെ പ്രൈസ് ഈ ബ്രാൻഡിന് അത്യാവശ്യം നമുക്ക് റീസണബിൾ പ്രൈസിലാണ് ഈ ബ്രാൻഡ് വിൽക്കുന്നത് കേട്ടോ. അത് ഞാൻ കോയമ്പത്തൂർ പോയി എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഈ ബ്രാൻഡിന് 7,000 8,000 ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഇത് വാങ്ങിയത് 3,500 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും അതേപോലെ ഈ മോട്ടറിൻ്റെ ഒക്കെ സ്പെക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് ഈ യൂസർ മാനുവലും വാറണ്ടി കാർഡും കൂടി തരണ്ടോ. പിന്നെ അവരൊരു വണ്ടി തുടയ്ക്കാനൊക്കെ ആയിട്ട് ഒരു നല്ല മൈക്രോ ഫൈബർ ക്ലോത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഗണ്ണാണുള്ളത്, നമ്മളെ പ്രഷർ ഗണ്ണാണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് ഫോം വാഷിന് വേണ്ടിയുള്ള ഫോം ഡിസ്പെൻസർ ഉണ്ട്. അതുപോലെ 2 പൈപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ഇൻലെറ്റ് പൈപ്പാണ്, ഒന്ന് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഈ ഔട്ട്ലെറ്റ് പൈപ്പ് ഏകദേശം ഒരു 5-6 മീറ്റർ നീളമുണ്ട്. അതേപോലെ ഫിൽറ്റർ, നമ്മുടെ ഇൻലെറ്റ് ഫിൽറ്റർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മെഷീനിൽ കരടും കാര്യങ്ങളൊന്നും കയറില്ല. അതേപോലെ 2 ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി 2 പോർട്ടും തന്നിട്ടുണ്ട്. അതേപോലെ ഇതാ നമ്മുടെ മെയിൻ മെഷീൻ കുറച്ച് വെയിറ്റ് ഉണ്ട്, 10 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള മെഷീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് വേറെ ഒരു ഹോസ് തന്നിട്ടുണ്ട്. നമ്മുടെ ഫോം വാഷ് അല്ലെങ്കിൽ നമ്മുടെ ഗണ്ണൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിന്റെ അടിയൊക്കെ കഴിയില്ലേ, അതിന് വേണ്ടി ഒരു ഹോസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ യൂസർ മാനുവലിന്റെ ഉള്ളിൽ അവരൊരു ടൂൾ തന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ പ്രഷർ വാഷറിന്റെ ഗണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും കരട് കുടുങ്ങിയ കുത്തിക്കളയാനുള്ളതാണ് കേട്ടോ. അതുപോലെ ഒരു കുറച്ച് വാഷസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതവിടെ മിസ്സായി. കുറച്ചു കാലം ഞാൻ ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ മെയിൻ യൂണിറ്റ് ഇതെന്ന് പറയുമ്പോൾ 2300 വാട്ട്സ് ആണ് ഇതിന്റെ പവർ. അതുപോലെ ഇതിന് 150 PS പ്രഷറും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പ്രഷറാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കോപ്പർ വൈൻഡിങ് ആണ് ഇതിന്റെ മോട്ടർ. വില കുറവാന്ന് വിചാരിച്ച് ഇത് അലുമിനിയം വൈൻഡിങ് അല്ല, ഇത് കോപ്പർ വൈൻഡിങ് തന്നെയാണ് കേട്ടോ. അതേപോലെ ബ്രാൻഡും അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. യൂറി എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ മരുന്നടിക്കുന്ന പമ്പൊക്കെ ഉണ്ടാക്കുന്ന, അതേപോലെ വർക്ക് പമ്പ്സ് ഒക്കെ ഉണ്ടാക്കുന്ന യൂറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതേപോലെ അത്യാവശ്യം പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ 10 കിലോ എന്ന് പറഞ്ഞാൽ 10 കിലോ ഒന്നും ഇല്ല, അവര് അതിൽ വെയിറ്റ് ഇട്ടേക്കുന്ന 10 കിലോ ആണ്. പക്ഷെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടിറക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കഴുകി നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻലെറ്റ് വാൽവില് പിടിപ്പിക്കാനുള്ള ഫിൽറ്റർ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻലെറ്റ് വാൽവില് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻലെറ്റ് ഹോസ് എടുത്തിട്ട് അതിന്റെ അറ്റത്തും അതിന്റെ ഫിൽറ്റർ പിടിപ്പിച്ചു. എന്നിട്ട് നമുക്ക് ഇതിവിടെ കണക്ട് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ, കണക്ട് ആയി. എന്നിട്ട് ഇത് നമുക്ക് വെള്ളത്തിലിടാം. എന്നിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് ഇത് വെള്ളം നമുക്ക് ലോഡാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യണം കേട്ടോ. നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം സക്ക് ചെയ്തെടുക്കും. ഓക്കെ, സക്ക് ചെയ്തെടുത്തില്ലേ? അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഔട്ട്പുട്ട് ഹോസ് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, ബാക്കി വീഡിയോ നമുക്ക് പിന്നെ ഇടാം. അപ്പൊ നമ്മളെ ഇൻപുട്ട് ഹോസിൽ ഫിൽറ്റർ ഒക്കെ പിടിപ്പിച്ചത് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഔട്ട്പുട്ട് ഹോസ് പിടിപ്പിക്കാം. അതിനായിട്ട് ഈ ത്രെഡ് കുറച്ച് മാറ്റിയിട്ട് ഇതിന്റെ പൈപ്പ് കുറച്ച് ഇതിന്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് ഹോസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഓണാക്കി ഈ പൈപ്പ് ഒന്ന് ഫില്ലാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗണ്ണ് പിടിപ്പിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഓണാക്കുകയാണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഗണ്ണ് പിടിപ്പിക്കാം. അപ്പോൾ ഗണ്ണിൽ നമ്മൾ ഈ ഔട്ട്പുട്ട് ഹോസ് പിടിപ്പിച്ച പോലെ തന്നെ ഫസ്റ്റ് ഈ പൈപ്പ് അങ്ങ് കയറ്റി വെക്കുക ഗണ്ണിന്റെ നോബിൽ. അത് കഴിഞ്ഞ് ത്രെഡ് ഇട്ട് അങ്ങ് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ ത്രെഡ് ഇട്ട് ടൈറ്റ് ആകുമ്പോൾ സൂക്ഷിക്കണം, ഈ ത്രെഡ് കറക്റ്റായിട്ട് കയറാൻ നോക്കണം. അല്ലെങ്കിൽ ഈ ത്രെഡ് വെട്ടിപ്പോയാൽ പിന്നെ അത് ലൂസായി പോകും, പിന്നെ ലീക്കേജ് ഒക്കെ വരും കേട്ടോ. പിന്നെ ഈ ലീക്കേജ് വന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത്
ഓട്ടോ കട്ട് ഓഫ് ഉള്ള പ്രഷർ വാഷറാണ്. ഈ പ്രഷർ അനുസരിച്ചാണ് ഇത് ഓട്ടോ കട്ട് ഓഫ് ആവുന്നത്. ഇപ്പൊ ലീക്കേജ് വന്നാൽ അതിന്റെ പ്രഷർ കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഓട്ടോ കട്ട് ഓഫ് ഒന്നും വർക്ക് ആവാണ്ട് പോകും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗണ്ണിന്റെ ഈ ട്രിഗർ അമർത്തി പിടിച്ചിട്ട് ഓൺ ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടോ, വിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും, ഓട്ടോ കട്ട് ഓഫ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറഞ്ഞാൽ ഈ അമർത്തി പിടിച്ചിട്ട് ഓൺ ആക്കുന്നതായിരിക്കും. അതേപോലെ എപ്പോഴും ഇത് പിടിക്കുക, ഇങ്ങനെ ചെയ്തോണ്ടിരിക്കരുത്, നമ്മുടെ മോട്ടർ അടിച്ചു പോകും. പിന്നെ നമുക്ക് നമ്മുടെ പ്രഷർ, അതായത് ഇതിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതെ, ഈ നോബ് തിരിച്ചിട്ട് ഇപ്പൊ ഇത് തിരിച്ച് ഇത് ഫുൾ ഓപ്പൺ ആയ ഹൈ പ്രഷറിൽ വരും. അതേപോലെ ഇതിങ്ങനെ തിരിച്ച് നമുക്ക് സ്പ്രേ ചെയ്യുന്ന പോലെ അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൈപ്പ് കുറച്ച് ടാപ്പ് കുറച്ച് തുറന്നു വെക്കണം കേട്ടോ. കാരണം ഇത് വെള്ളം ഇല്ലാണ്ടാവണ്ട. പിന്നെ ഈ പമ്പ് എന്ന് പറഞ്ഞാൽ 6 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്ര 6 ലിറ്റർ വെള്ളം ഒരു മിനിറ്റ് നമ്മൾ ഇത് ഓണാക്കി പിടിച്ചാൽ പുറത്തേക്ക് പോകും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ടാപ്പും തുറന്നു വെക്കണം കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ പകുതി ഇത് കഴുകിയായിരുന്നു. ഇന്നലെ കണ്ട ചെളിയൊന്നും ഇതിൽ ഉണ്ടാവില്ല, കാരണം മഴ വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴുകി എടുത്തു വെച്ചു. അപ്പൊ ഇതിൽ ഇപ്പൊ ഉള്ള ചെളി നമുക്കൊന്ന് കഴുകി നോക്കാം. അതേപോലെ ഒന്ന് ഫോം വാഷും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അത് അപ്പൊ നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ചുമ്മാ അടിച്ചപ്പോഴത്തേക്കും വണ്ടീന്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. പക്ഷെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൽ പറ്റി പിടിച്ച ചെളിയൊക്കെ തെളിഞ്ഞു കാണും. അപ്പൊ നമ്മളൊന്ന് ഫോം വാഷും കൂടി ചെയ്ത് നോക്കാം. അപ്പൊ അതെ, ഫോം വാഷ് ചെയ്യാനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു കണ്ടെയ്നർ ആട്ടോ ഇത്. ഇതൊരു ഡിസ്പെൻസർ ആണ്. ഇത് നമുക്ക് നേരെ ഗണ്ണിൽ ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. ഇത് ഡയറക്റ്റ് ഷൂട്ടാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഷാമ്പു ഒഴിച്ചിട്ട് നമുക്ക് ഫോം വാഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫോം വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സാധാരണ ഒരു കാർ ഷാമ്പു ഇട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ഷാമ്പു ആണ്. ജസ്റ്റ് ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ അടപ്പിട്ടിട്ട് നേരെ പ്രഷർ വാഷറിൽ പിടിപ്പിച്ചാൽ മതി കേട്ടോ. അത് ഈ അടപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നേരെ പ്രഷർ വാഷറിൽ പിടിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫോം വാഷ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒരു പവർ അറിയണമെങ്കിലേ നമ്മൾ നിലത്ത് കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചെളി പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ അടിച്ച് കളഞ്ഞ് കാണിച്ചു തരാം. നോക്കിയേ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂറിന്റെ പ്രഷർ വാഷറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. അപ്പൊ ഇതിന്റെ മോഡലിന്റെ പേര് YPWR-S3 എന്നാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആമസോണിലും കിട്ടും. അതേപോലെ ആമസോണിൽ ഈ കോയമ്പത്തൂരെക്കാട്ടിൽ 2000-3000 രൂപ അധികമാണ്. അപ്പൊ കോയമ്പത്തൂർ പോകണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ് ഈ യൂറിന്റെ പ്രഷർ വാഷർ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ